ഹലോ, അങ്ങനെ സിക്കന്ദർ ഉണ്ട്. എന്നാ മയിര് പടം എടുത്തു വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. സൽമാൻ ഖാനും ധോനിയും വിരമിക്കുക. ധോനി CSKയിൽ നിന്നും സൽമാൻ ഖാൻ ബോളിവുഡിൽ നിന്നും. അത്രത്തോളം മൂഞ്ചി ആക്ടിങ് ആണ് ഫുൾ എൻറ്റയർ പടത്തിനകത്ത് ചെയ്തേക്കുന്നത്. AR മുരുകദാസ് എന്താലോചിച്ചിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ദർബാറും സർക്കാരും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പടം അങ്ങ് എടുത്തേക്കുവാണ്. ആക്ച്വലി ഞാൻ സൽമാൻ ഖാൻ്റെ നല്ല ഫാനാണ്. പക്ഷെ ബജ്രംഗിയും സുൽത്താനിന് ശേഷം നല്ലൊരു പടം ഇതുവരെ ആളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ചെയ്യാൻ പറ്റാത്തതാണോ അതോ ഇനി ചെയ്യാൻ താല്പര്യമില്ലയോ ഒരു പിടുത്തവും ഇല്ല. രശ്മിക മന്ദാനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. ആ ഒരു ക്യൂട്ട്നെസ് ഇതുണ്ടല്ലോ. എന്ത് കുഴപ്പോ, എന്തിനാണ് അവളെയൊക്കെ സിനിമ എടുത്തേക്കുന്നത് സത്യം പറയാൻ ഞാൻ ആലോചിച്ച് നോക്കുവാണ്. അനിമൽ അഭിനയിച്ച് അത്യാവശ്യം ഒരു ആക്ടിങ്ങും പിന്നെ ആ പെർഫോമൻസും പിന്നെ ആ ക്യൂട്ട്നെസ്സും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഇത് കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തുവടേത് വെറുപ്പിച്ച് കളഞ്ഞു. അതുപോലെ ശർമ്മൻ ജോഷിക്ക് പിന്നെ പണിയൊന്നും ഇല്ലാതിരിക്കും, അവനെ പിന്നെ ഇതിനകത്ത് എടുത്തു. AR മുരുകദാസിന്റെ വൺ ഓഫ് ദ വേസ്റ്റ് മൂവി എന്ന് പറയാം. സൽമാൻ ഖാൻ നിർത്തുക, അതാണ് സൽമാൻ ഖാനും ഞങ്ങൾക്കും നല്ലത്. ഈ പൈസ കൊണ്ട് കളയാതെ. ഈ എൻ്റെ ദൈവമേ എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. സത്യരാജൊക്കെ കോമഡി പീസ് വില്ലനായിട്ടാണ് സത്യരാജിനെ കാണിച്ചേക്കുന്നത്. പക്ഷെ കോമഡി പീസ് എന്ന് തന്നെ പറയണം. കാജൽ അഗർവാളിനെ പിന്നെ മനസ്സിലാവുന്നേ ഇല്ല. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തതിന് ശേഷം അവളുടെ കോലം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുമല്ല. ഈ സിനിമയോട് എന്തായാലും സാജിദ് നാഡിയഡ്വാലയുടെ ഇടപാട് തീർന്നു കാണും. ബിക്കോസ് 200 കോടി വെള്ളത്തിലാണ് പോകാൻ പോകുന്നത്. ഇതൊരു 10 കോടിയോ 15 കോടിയോ കളക്ട് ചെയ്യുവാണെങ്കിൽ വലിയ കാര്യം. ടെക്നിക്കൽ ടീമിനെ കുറിച്ച് എന്താ പറയേണ്ടത്? മ്യൂസിക് പ്രീതം, പിന്നെ അത് പറയേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം കൂറപ്പാട്ടുകൾ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സന്തോഷ് നാരായൺ. അയാൾക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. അയാളൊക്കെ എന്തിനാണ് ഇങ്ങനത്തുള്ള പ്രോജക്റ്റിലൊക്കെ പോയി കൈ കൊടുക്കുന്നത്? അതും അതിനെക്കാട്ടിലും പ്രോബ്ലം എഡിറ്റിങ്ങോ. എന്തുവാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? എമ്പുരാൻ ഒരു ബിലോ ആവറേജ് മൂവിയായിരുന്നു, പക്ഷേ ഇതിനെക്കാട്ടിലും കൊള്ളാം എന്തായാലും. അപ്പോൾ അത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയെ ഞാൻ 5-1 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക.